നമ്മൾ ചില വാർത്തകളുടെ തലക്കെട്ട് വായിക്കാറുണ്ട്. എന്നിട്ടും കലി അടങ്ങുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. കലി അടങ്ങാതെ കടൽ, തിരയൊടുങ്ങാതെ തീരം എന്നൊക്കെ പറയുന്നത് പോലെ ശശികല ചേച്ചിക്ക് കലി അടങ്ങുന്നില്ല. നമ്മുടെ വാർത്തകൾ ശരിയാണെങ്കിൽ മുനിസിപ്പൽ മെമ്പർ മിനി കൃഷ്ണകുമാറിനെ BJP പൂട്ടി. ആരെടുത്ത് ചോദിച്ചിട്ടാണ് ഇത് അയച്ചത് എന്നൊക്കെ ചോദിച്ചു. ഒരുപക്ഷെ മിനി കൃഷ്ണകുമാറിന് തോന്നിയിട്ടുണ്ടാവും ആരെടുത്ത് ചോദിച്ചിട്ടാണ് ഈ ശശികലയും കൃഷ്ണരാജ് വക്കീലും നമ്മുടെ TG മോഹൻദാസും ഒക്കെ ഹീറോ ആവുന്നത്. ഞാനെന്നും കൃഷ്ണകുമാറിൻ്റെ ഭാര്യയായി നിശബ്ദയായി ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? എനിക്കും ഒരു ഉയർച്ചയും വളർച്ചയും തിളക്കവുമൊക്കെ വേണ്ടേ? എന്നെയും സിനിമയിലെടുക്കണ്ടേ എന്നൊക്കെ ഓർത്തിട്ടുണ്ടാവും. കാരണം ശശികല ചേച്ചി, നമ്മൾ സാധാരണ പറയത്തില്ലേ, എന്താ ആന അലറലോടലറി എന്ന് പറയുന്നത് പോലെ അലറലോടലറി തന്നെ നിൽക്കുകയാണ് ശശികല ചേച്ചി. ചേച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്, ഈ വേടൻ്റെ പാട്ടിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ എവിടെയാണ് വരുന്നത്? പട്ടികജാതിക്കാരുടെ വിഷയം ഫലസ്തീനല്ല, എന്നാൽ ഫലസ്തീൻ വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ശശികല ടീച്ചറുടെ ചോദ്യം. എൻ്റെ ശശികല ടീച്ചറെ, പട്ടികജാതിക്കാരുടേതോ വേറെ ഏതെങ്കിലും ജാതിയുടേതോ അല്ല വിഷയം ഫലസ്തീൻ. മനുഷ്യനായിട്ടുള്ളവരുടെ വിഷയമാണ് ഫലസ്തീൻ. മനുഷ്യരുടെ സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും അസ്തിത്വത്തിൻ്റെയും കഥയാണ് ഫലസ്തീൻ. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ, അംഗവൈകല്യം സംഭവിക്കുന്ന മനുഷ്യരുടെ, 9 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന, അത് കാണേണ്ടി വരുന്ന ഒരമ്മയുടെ ഒക്കെ കഥയാണ് അല്ലെങ്കിൽ ചരിത്രമാണ് ഫലസ്തീൻ. അത് വേടന് വിഷയമാകുന്നത് വേടൻ മനുഷ്യനായതുകൊണ്ടാണ്. അത് ശശികല ടീച്ചർക്ക് വിഷയമാകാതിരിക്കുന്നത് ശശികല ടീച്ചർ ആ ഗണത്തിൽ പെടാത്തത് കൊണ്ടാണ്. വിദ്വേഷവും വെറുപ്പും കൂടിക്കൂടി ഈ പറയുന്ന വംശത്തിൽ നിന്ന് വഴിമാറി വേറൊരു തരം ജീവിയുടെ രൂപത്തിലേക്ക് രൂപപ്പെടുമ്പോൾ നമ്മൾ കാണുന്ന ഭൗതികമായ ഘടനയിലൊന്നും മാറ്റം വന്നില്ലെങ്കിലും ആന്തരികമായ ഘടനയിലെല്ലാം മാറ്റം വരും. അങ്ങനെ മാറ്റം വന്നു കഴിയുന്ന ഒരു ജീവിയാണ് ഇപ്പോൾ ശശികലയെന്ന് ശശികല സ്വയം തിരിച്ചറിയണം. കാലത്ത് അങ്ങനെയുള്ള ജീവികളെ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. മനുഷ്യൻ്റെ രൂപവും മറ്റു പല പ്രവൃത്തികളും ചെയ്യിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. വേടൻ ഫലസ്തീൻ്റെ കഥ പറയുന്നത് അവിടെയും അസ്തിത്വം നഷ്ടപ്പെട്ട, സ്വന്തം മണ്ണിൽ താമസിക്കാൻ കഴിയാത്ത, അങ്ങനെ താമസിക്കണമെങ്കിൽ ബാക്കിയുള്ള മേലാളന്മാരുടെ തീട്ടൂരം വേണ്ട ആധുനിക കാലത്തെ ഒരു പുതിയ, ഈ പറയുന്ന ഒരു കാലത്ത് നിലനിന്നിരുന്ന വേടൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ളവരോ ഒക്കെ അനുഭവിച്ചു പോന്നിരുന്ന അത്തരമൊരു ഐത്തത്തിൻ്റെ വേറൊരു ഒരു ആധുനിക ഐത്തവും ഒരാധുനിക ഉന്മൂലന സിദ്ധാന്തവുമാണ് ഫലസ്തീനിൽ കാണുന്നത്. അത് വേദനിക്കുന്നവർക്കും മനുഷ്യർക്കും പെട്ടെന്ന് തിരിച്ചറിയാം. വേദന, പ്രയാസം, സങ്കടം, കഷ്ടം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ 2 ഗണത്തിലും ശശികല ടീച്ചർ പെടാതെ വരുന്നത് കൊണ്ടാണ് ഈ ഫലസ്തീൻ്റെ വിഷയം വേടൻ എന്തുകൊണ്ട് പറയുന്നു, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്ട് അന്താരാഷ്ട്ര ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ മനുഷ്യരുടെ പ്രയാസമായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കേണ്ടത് വേടനോടല്ല, ശശികല ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ചോദിക്കണം, ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്ന ഫലസ്തീനോട് എനിക്കെന്തുകൊണ്ടാണ് ആ മക്കളോടൊരു സ്നേഹം തോന്നാത്തത്? എന്തുകൊണ്ടാണ് അവിടുത്തെ നിരപരാധികളായ മനുഷ്യരോട് തോന്നാത്തത്? ഹമാസിനോടോ ഹൂത്തികളോടോ ഒക്കെ വിയോജിച്ചോ, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് കാണുമ്പോൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് രാജ്യമോ ആവട്ടെ, ശശികലയ്ക്കല്ലാതെ വേറെ ആർക്കെങ്കിലും താങ്ങാനാവോ ഇത്? ശശികലയ്ക്ക് എന്തുകൊണ്ടാണത് കഴിയുന്നത്? അവിടെയാണ് നമ്മുടെ വല്ലാത്ത പഹയൻ എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെനിക്കറിയില്ല. ഈ വല്ലാത്ത പഹയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അത് വേറൊന്നുമല്ല, വല്ലാത്ത പഹയൻ വിനോദ് നാരായണൻ, അതെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, വേറൊന്നുമല്ല. ഹിന്ദു ആകാം, മുസ്ലിം ആകാം, ക്രിസ്ത്യാനി ആവാം, ജൂതനാകാം, പാഴ്സി ആവാം, ബുദ്ധിസ്റ്റ് ആവാം, ജൈനനാവാം, നാസ്തികനുമാവാം, എന്തുമാവാം, പക്ഷേ ഹിന്ദുത്വവാദി ആവരുത്, പിന്നെ തിരിച്ചു മനുഷ്യനായാൻ ബുദ്ധിമുട്ടുണ്ടായേക്കും എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ് ശശികലയ്ക്ക് ഈ ചോദ്യം വരുന്നത്. അതുകൊണ്ട് വേടനെ അല്ല തിരുത്തേണ്ടത്, ശശികല തന്നെ തിരുത്താൻ ശ്രമിച്ചു നോക്കൂ. ഈ തലമുറയിൽ സാധ്യമാകണമെന്നില്ല, ഇനി അടുത്ത തലമുറയിൽ ആളുകൾക്കെങ്കിലും
തിരുത്താനാവുമെങ്കിൽ ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ.